നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ 916 സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം. മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റ് വാർഷിക പൊതുയോഗം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റ് വാർഷിക പൊതുയോഗം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. സെന്റ് അഗസ്റ്റൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിനും നാടിനും നന്മ ചെയ്യുവാനുള്ള വലിയ താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ രാവിലെ AKCCയുടെ ഗ്ലോബൽ സമ്മേളനം ഉണ്ടായിരുന്നു POCയിൽ. ഇതിൽ പങ്കെടുത്തവരുണ്ട്, ഇവിടെ ആരും പങ്കെടുത്തവരുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഇത്ര ആളില്ലായിരുന്നു തോന്നുന്നു. ഇവിടെയാണ് ആളുകൾ കൂടുതലുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഇത് നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ ഓർക്കരുത്, KLM തുടങ്ങുന്ന അവസരത്തിൽ വലിയ പ്രവർത്തനമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ വലിയ സജീവത്വം തോന്നിയിരുന്നില്ല. പക്ഷെ പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഓരോ വിഭാഗമായി തുടങ്ങി അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുമനസ്സുകൾ ഒരുമിച്ച് കൂടി എന്ന് ഞാൻ പറയും. അതാണ് ഇപ്പോൾ നാം കാണുന്നത്. KLM ഡയറക്ടറുടെ പ്രകാശനവും ബിഷപ്പ് ചടങ്ങിൽ നിർവഹിച്ചു. ലേബർ ബാങ്കിന്റെയും KLM വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം സംസ്ഥാന ഡയറക്ടർ ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ നിർവഹിച്ചു. വിവിധ മേഖലകളിലെ വിജയികളെ സംസ്ഥാന പ്രസിഡന്റ് ബാബു തണ്ണിക്കോട്ട് ആദരിച്ചു. KLM രൂപത പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണവും രൂപത ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് ആമുഖ പ്രസംഗവും നടത്തി. നഗരസഭാംഗം ജിനു മടയ്ക്കൽ, സെക്രട്ടറി ജയൻ റാത്തപ്പിള്ളിൽ, വൈസ് പ്രസിഡന്റ് പോൾസൺ മാത്യു, ആനിമേറ്റർ സിസ്റ്റർ സൂസി മരിയ, വനിതാ ഫോറം പ്രസിഡന്റ് ലിറ്റി റോണി, ജോൺസൺ കടുകപ്പിള്ളിൽ, ബെറ്റി കോരച്ചൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഇടവകകളിൽ നിന്നായി 250ഓളം ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.